അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? സുഖമായി സന്തോഷമായിരിക്കട്ടോ കൂട്ടുകാരെ. അപ്പോൾ രാവിലെ തന്നെ ചായക്കിൽ നിന്ന് ആരംഭിച്ചിട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചായക്കുള്ള വെള്ളം വെച്ച് കൊടുത്തു. ചായയും പാലും വെള്ളത്തിനും കൂടിയാട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. അങ്ങനെ മുട്ട പുഴുങ്ങാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്ത് ചെയ്യാം, മുട്ടക്കറി സെറ്റാക്കി എടുക്കാം കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ചായക്കുള്ള വെള്ളം വെട്ടിത്തിളയ്ക്കുന്നുണ്ട്. കുറച്ച് പാലും വെള്ളത്തിന് മാറ്റിങ്ങായിട്ട് ചായക്കുള്ളത് കൂട്ടണം കേട്ടോ. അതങ്ങോട്ട് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ മുട്ട നല്ലതുപോലെ വെട്ടിത്തിളയ്ക്കുന്നുണ്ട്. നമ്മുടെ മുട്ടക്കറിക്കുള്ള പരിപാടിയിലേക്ക് അങ്ങോട്ട് കിടന്നിട്ട് കൂട്ടുകാരെ. അങ്ങനെ ചീഞ്ചട്ടി ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ചു. വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നപ്പോൾ സബോള കുട്ടനെ എരിഞ്ഞത് അതിലേക്ക് അങ്ങോട്ട് തട്ടിക്കൊടുത്തു. ഉപ്പ് എഴുതി കൊടുത്തോട്ടോ. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വാടി കിട്ടും. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. കുട്ടി പട്ടാളങ്ങളൊന്നും എനിറ്റിട്ടില്ല കേട്ടോ. കുട്ടി പട്ടാളങ്ങൾ എണിക്കുമ്പോഴേക്കും മുട്ടക്കറിയും വെള്ളപ്പൊക്കെ അങ്ങോട്ട് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വായിന്ന് വന്നപ്പോൾ നമ്മുടെ ഈ തക്കാളിക്കൊട്ടനെയും ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ഇട്ട് നല്ലതുപോലെ തക്കാളി നല്ലതുപോലെ ഉടഞ്ഞു ചേരുന്ന വരെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. കുട്ടിപ്പട്ടാളങ്ങൾ എണിറ്റിട്ടുണ്ട് കേട്ടോ. പാത്തുസ് എണിറ്റിട്ടുണ്ട്. മറ്റാളെ എണിറ്റിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പാത്തുസ് എണിറ്റ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കൂടെ കേട്ടോ. അടുക്കളയിൽ അതിതും പറഞ്ഞ് കുശലങ്ങൾ ചോദിച്ചും പിന്നെ സംശയങ്ങളും അങ്ങനെയാട്ടോ. അടുക്കളയിൽ കുറേ നേരം അങ്ങനെ കസേരയിൽ കുത്തിയിരുന്ന് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടക്കറി സെറ്റായിക്കൊണ്ടിരിക്കാൻ കേട്ടോ. നിങ്ങൾ ഇതുവരെ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടാവില്ല കേട്ടോ. ഈ രീതിയിലുള്ള റെസിപ്പി നിങ്ങൾ കണ്ടു കാണില്ല. അപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് കയറി കണ്ടേക്കണേ. അങ്ങനെ പാത്തോസ് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുട്ടക്കറി സെറ്റായി. അപ്പോൾ ഞാൻ പറഞ്ഞു മുട്ടക്കറിയും കൂട്ടിയിട്ട് നമുക്ക് വെള്ളയപ്പവും കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുക കേട്ടോ. ഞാൻ അങ്ങനെ മുട്ടക്കറി സെറ്റായി. ഞാൻ വെള്ളയപ്പം ആദ്യം തന്നെ ഉണ്ടാക്കി കേട്ടോ. ഞാൻ ഒരുപാട് തവണ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വെള്ളയപ്പം മാവിൻ്റെയും വെള്ളയപ്പം ഉണ്ടാക്കുന്നതായിട്ട് ഒരുപാട് തവണ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ വെള്ളയപ്പവും മുട്ടക്കറിയും കൂട്ടിയിട്ട് പാത്തൂസ് കഴിക്കാനായിട്ടോ പോകുന്നത് കൂട്ടുകാരെ. അടിപൊളി വെള്ളയപ്പവും വളരെ ടേസ്റ്റിയായി. നിങ്ങൾ ഇതുവരെ രുചിച്ച് കാണില്ല, അത്രയും ടേസ്റ്റിയായ മുട്ടക്കറിയും കൂട്ടിയിട്ട് പാത്തൂസ് കഴിക്കാനായിട്ടോ പോകുന്നത്. താളെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഫുഡ് അങ്ങോട്ട് റെഡിയാക്കി എടുത്തു കേട്ടോ. വെള്ളയപ്പം അങ്ങോട്ട് സെറ്റാക്കി എടുത്തു. അവന് ചൂട്ടോടെ വേണം കേട്ടോ. അപ്പോൾ അവനുള്ള വെള്ളയപ്പം സെറ്റാക്കി അങ്ങനെ ഫുഡ് കഴിക്കാൻ മേശപ്പുറത്തേക്ക് പോയപ്പോൾ ഞാൻ വേഗം തന്നെ പാത്തൂസിനോട് നിന്ന് മാറ്റിയിട്ടോ. അങ്ങനെ അടുക്കളയ്ക്ക് അങ്ങോട്ട് മാറ്റി കസേര ഇട്ടുങ്ങായിട്ട് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനെ പാത്തൂസിനെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ മൂത്താൾ. അപ്പം ഞാൻ പറഞ്ഞു, മോനെ അവിടെ നിന്ന് ഇരുന്നങ്ങായിട്ട് പല്ലേച്ച് മൂറേക്ക് വന്നിരുന്നങ്ങായിട്ട് ഫുഡ് കഴിച്ചോ, രണ്ടാളും തല്ലുകൂടണ്ടെന്ന് പറഞ്ഞു കേട്ടോ. രണ്ടാളും ഒപ്പം ഇരുന്നാൽ മൂത്ത ആളുടെ പ്ലേറ്റിലുള്ളത് ചെറിയ ആളുടെ പ്ലേറ്റിലേക്ക് പോവും, ചെറിയ ആളുടെ പ്ലേറ്റിലുള്ളത് മൂത്ത ആളുടെ പ്ലേറ്റിലേക്കും പോട്ടു. അപ്പോൾ ഞാൻ വേറെ സ്ഥലങ്ങളിൽ രണ്ടാളിരുത്തിങ്ങായിട്ട് പരിപ്പ് കറി വയ്ക്കാനായിട്ട് പോകുന്നത്. അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പും തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയും ഇട്ടുങ്ങായിട്ട് പാകത്തിന് ഉപ്പിട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ പാകത്തിന് വെള്ളം ഒഴിച്ചു. എന്നിട്ട് നല്ലതുപോലെ മിക്സാക്കി കുക്കർ അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തു. അപ്പോൾ തുമ്പപ്പൂ പോലുള്ള ചോറ് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പ് കുറുമയ്ക്കുള്ള പരിപ്പ് സെറ്റായി വെന്ത് നല്ലതുപോലെ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ അലിഞ്ഞ് ചേരണം അതുവരെ നല്ല രീതിയിൽ അങ്ങോട്ട് വേവിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ തേങ്ങാക്കൂട്ട് സെറ്റാക്കി എടുത്തില്ലേ, നാളികേരവും ചെറുള്ളിയും, അതങ്ങോട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി വരുന്നതിന് മുന്നേ തീ അങ്ങോട്ട് ഓഫ് ചെയ്യണം കേട്ടോ. ഇനി നമുക്കതൊന്ന് താളിച്ച് സെറ്റാക്കി കൊണ്ടുവരാം കേട്ടോ. അങ്ങനെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതാ നമ്മുടെ പരിപ്പ് കുറുമ സെറ്റാക്കി മേശപ്പുറത്ത് അങ്ങോട്ട് കൊടുന്ന് വെച്ചിട്ടോ. അതിനുശേഷം കൊഴുവ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ക്ലീൻ ചെയ്ത് ഉമ്മ തന്നിട്ടുണ്ടായിരുന്നു. മുളക് പറ്റി സെറ്റാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ട് ഫ്രൈ ചെയ്തെടുത്തു. ഒരു അൺബോക്സിങ് വീഡിയോ ആയാലോ, അടിപൊളി അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ എനിക്കറിയില്ല കേട്ടോ, എനിക്കറിയുന്നത് പോലെ ഒരു അൺബോക്സിങ് വീഡിയോ എടുത്തിട്ടുണ്ട്. മൂത്ത ആൾക്ക് കൊറിയർ വന്നപ്പോൾ വെപ്രാളായിട്ടോ, എന്താണ് ഇതിൻ്റെ ഉള്ളിൽ എന്നറിയാൻ സർപ്രൈസാണ് കേട്ടോ അവർ വാപ്പിച്ച് പറഞ്ഞത്. അപ്പോൾ ഒന്ന് അൺബോക്സിങ് വീഡിയോ എടുത്തതാണ്. ഇതിലെന്തായിരിക്കും ഒന്ന് നിങ്ങൾക്ക് പറയാമോ, ഗസ് ചെയ്യാമോ? അപ്പോൾ എടുത്തിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ഗസ് ചെയ്ത് ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തൂ. പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. എന്തായിരിക്കും? വർണ്ണവിസ്മയമാർന്ന അടിപൊളി പല വർണ്ണങ്ങളടങ്ങിയ കുടയായിരുന്നു കൂട്ടുകാരെ. അപ്പോൾ ഞങ്ങളുടെ അൺബോക്സിങ് വീഡിയോ കഴിഞ്ഞു കേട്ടോ.
ഇനി കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുടയുടെ കമ്പി വളഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഒരു ടെസ്റ്റിംഗ് ആട്ടോ നടക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയ്ക്ക് വന്നതാ ക്ലീനിങ് തുടങ്ങി കേട്ടോ. അടുക്കളയിൽ പണിക്ക് ഒതുങ്ങി ഫുഡൊക്കെ കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാട്ടോ കൊറിയർ വന്നത്. അപ്പോൾ അത് അൺബോക്സിങ് വീഡിയോ ഒക്കെ എടുത്ത് നേരെ വന്ന് ക്ലീനിങ് ഒക്കെ ചെയ്തു കേട്ടോ. വെട്ടിത്തിളങ്ങുന്നു കേട്ടോ. നമ്മുടെ ലിക്വിഡില്ലേ, പാത്രം കഴുകുന്ന ലിക്വിഡ്, അത് 2 ഡ്രോപ്പ് അങ്ങോട്ട് ഒഴിച്ചിങ്ങേറ്റ് നമുക്ക് എല്ലാ ഭാഗത്തും നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും. നല്ല വെട്ടിത്തിളങ്ങും കേട്ടോ. കണ്ടില്ലേ, അടിപൊളിയായിട്ട് ക്ലീനിങ് ഒക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഈ സമയം എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനൊന്നും മറന്നു പോരുത് കേട്ടോ. അങ്ങനെ തകൃതിയായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്യാസ് അടുപ്പ് ക്ലീൻ ചെയ്ത് ഞാൻ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അതിലെ ഐറ്റംസൊക്കെ സെറ്റിങ്സ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ വ്യൂസും ലൈക്കും കമൻറ്റും അതേപോലെ തന്നെ വീഡിയോ കാണുന്നതും ആൾക്കാർ കുറഞ്ഞു വരുന്നു കേട്ടോ. വളരെയധികം കുറഞ്ഞു വരുന്നുണ്ട്. വ്യൂസില്ല, ലൈക്കില്ല, ഫുള്ളായിട്ട് വാച്ച് ചെയ്യുന്നില്ല, വാച്ച് അവർ കയറുന്നില്ല. വളരെയധികം ഡള്ളായിട്ടോ എൻ്റെ ചാനൽ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എൻ്റെ ചാനലൊന്ന് ഉഷാറായി വരുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ തിരിച്ച് സപ്പോർട്ട് ഉണ്ടായിരിക്കും കേട്ടോ. ഞാൻ തിരിച്ച് ഫുള്ളായി ഇരുന്ന് വാച്ച് ചെയ്ത് കമൻറ്റൊക്കെ രേഖപ്പെടുത്താറുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഓരോ പണികളെടുക്കുന്ന ഇടയിൽ അത് ഓൺ ചെയ്യും, ഫുള്ളായി കേൾക്കും, കമൻറ്റൊക്കെ രേഖപ്പെടുത്തി വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ എല്ലാവരുടെ വീഡിയോസും വാച്ച് ചെയ്ത് കമൻറ്റൊക്കെ രേഖപ്പെടുത്തി ബാക്കിയുള്ള പണികളും അങ്ങനെ സൈഡിൽ കൂടെ ചെയ്യാറാട്ടോ പതിവ്. അങ്ങനെ പാത്രങ്ങൾ കുറച്ച് മോറാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് മോറി ക്ലീൻ ചെയ്ത് കൊണ്ടിരിക്കാൻ കേട്ടോ. അതിനുശേഷം പഴംപൊരി വേണമെന്ന് പറഞ്ഞും കൊണ്ട് മൂത്ത ആൾ വന്നു കേട്ടോ. എനിക്ക് പഴംപൊരി വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാനുള്ള മാവ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി പഴംപൊരി ഉണ്ടാക്കാമല്ലേ. അപ്പം ഞാൻ പഴംപൊരി ഉണ്ടാക്കുന്ന ഫുൾ വീഡിയോ ആയിട്ട് എടുത്തില്ല കേട്ടോ. ഞാൻ ചാനൽ തുടങ്ങിയ അവസരം പഴംപൊരി ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് റീസഡ് കണ്ടൻ്റ് ആവോ എന്നൊരു പേടി. അപ്പോൾ ഞാനതെടുത്തില്ല. അങ്ങനെ പഴംപൊരി പൊരിച്ചിങ്ങായിട്ട് ഞങ്ങൾ ചായ കുടിക്കാനാണ് പോകുന്നത്. ഇത്രയൊക്കെയുള്ളൂ കേട്ടോ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പഴംപൊരി സെറ്റായി ഞങ്ങൾ ചായ കുടിക്കാൻ ഹോളിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്ത് അടുക്കള സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്ക് എന്നുള്ളൂ ഞങ്ങളുടെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. ഫുള്ളായി വാച്ച് ചെയ്യണം. തീർച്ചയായും ഫുൾ സപ്പോർട്ട് നിങ്ങളുടെ ചാനലിനുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.